കേരളത്തിന്റെ നെല്ലറയാണ് പാലക്കാട്. നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ എവിടേക്ക് തിരിഞ്ഞാലും ഇങ്ങനെ വിശാലമായി കിടക്കുന്ന, കണ്ണത്താ ദൂരത്തേക്ക് വിശാലമായി കിടക്കുന്നത് ഇതുപോലത്തെ നെൽപ്പാടങ്ങൾ പാലക്കാടിന്റെ വല്ലാത്ത സൗന്ദര്യമാണ്, വല്ലാത്ത കാഴ്ചയാണ്. അത് പാലക്കാടിന്റെ സൗന്ദര്യത്തിനപ്പുറം ഒരു വിഭാഗം ജനതയുടെ, നെൽകർഷകരുടെ ജീവനോപാധി കൂടിയാണ്. ഒപ്പം കേരളത്തെ പട്ടിണിയില്ലാതെ അന്നമൂട്ടുന്നതിനുള്ള നിലവറ കൂടിയാണ് ഇക്കാണുന്ന വയലുകൾ എന്ന് പറയുന്നത്. ഈ വയലുകൾ അതിന്റെ സൗന്ദര്യം കാത്തുസൂക്ഷിക്കുന്നതിനും കേരളം പട്ടിണിയില്ലാതെ മുന്നോട്ട് പോകുന്നതിനുമൊക്കെ അഹോരാത്രം പണിപ്പെടുന്ന കർഷകർ, നെൽകർഷകർ അനവധിയാണ്. പാലക്കാട് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ, അത് ലോക്സഭാ തെരഞ്ഞെടുപ്പാകട്ടെ, അത് തദ്ദേശ തെരഞ്ഞെടുപ്പാകട്ടെ, അത് നിയമസഭാ തെരഞ്ഞെടുപ്പാകട്ടെ, പാലക്കാട് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പാലക്കാട്ടെ നെൽകർഷകരുടെ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യാതെ മുന്നോട്ട് പോകാൻ ഒരു സ്ഥാനാർത്ഥിക്കുമാകില്ല, ഒരു മുന്നണിക്കുമാകില്ല. കാരണം അത്രത്തോളം പ്രശ്നങ്ങൾ നെൽകർഷകർ ഇവിടെ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അത് നെല്ലിന്റെ താങ്ങുവിലയുടെ കാര്യത്തിലായിരുന്നാലും, സംഭരണത്തിലെ പ്രശ്നങ്ങളായിരുന്നാലും, നെല്ല് എടുത്ത് വിറ്റ് അതിന്റെ കാശ് കിട്ടാനുള്ള പ്രശ്നങ്ങളായിരുന്നാലും, സർക്കാർ നൽകാനുള്ള ലക്ഷങ്ങളുടെ കോടികളുടെ കുടിശ്ശികയുടെ കണക്കിലായിരുന്നാലും, അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നെൽകർഷകർ അഭിമുഖീകരിക്കുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പിലും നെൽകർഷകരുടെ പ്രശ്നങ്ങൾ വലിയ രീതിയിൽ ചർച്ചയാവുകയും ചെയ്യുന്നുണ്ട്. അതുകൂടി മുന്നിൽ നിർത്തിയാണ് ഒരുപാട് വിവാദങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ രീതിയിൽ പാലക്കാടിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തെ ചൂടുപിടിപ്പിച്ച് നിർത്തിയിരുന്നത്. ഏതായാലും ഇന്നിപ്പോൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ, കർഷക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കർഷക രക്ഷാ ട്രാക്ടർ മാർച്ച് എന്ന പേരിൽ ഒരു ട്രാക്ടർ മാർച്ച് നടക്കുകയാണ്. നിരവധി ട്രാക്ടറുകൾ ഇതിൽ അണിനിരന്നിട്ടുണ്ട്. 100 കണക്കിന് ട്രാക്ടറുകൾ രാവിലെ ഈ മാർച്ചിൽ ആരംഭിച്ചത് മുതൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത്. പാലക്കാടിന്റെ ഈ കർഷക മേഖലയിലൂടെ, അതുപോലെ തന്നെ സാധാരണ പ്രദേശങ്ങളിലൂടെ, അങ്ങനെ വിവിധ മേഖലകളിലൂടെയാണ് ഇപ്പോൾ ഈ ട്രാക്ടർ മാർച്ച് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ കണ്ണാടിയിൽ നിന്ന് ആരംഭിച്ച ഈ മാർച്ച് കൊടുന്തിരപ്പള്ളിയിലാണ് സമാപിക്കുന്നത്. സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ, ഒപ്പം ഷാഫി പറമ്പിൽ, വി കെ ശ്രീകണ്ഠൻ എം പിയൊക്കെയാണ് ഈ ട്രാക്ടർ മാർച്ച് നയിച്ച് മുന്നോട്ട് പോകുന്നത്. കെ മുരളീധരൻ രാവിലെ ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കർഷകരുടെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന്, നെൽകർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സംസ്ഥാന സർക്കാരാകട്ടെ, കേന്ദ്ര സർക്കാരാകട്ടെ, അവരുടെ ഭാഗത്ത് വലിയ തരത്തിലുള്ള അലംഭാവമുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കോൺഗ്രസ് ഇന്നിപ്പോൾ ഈ കർഷക മാർച്ചുമായി രംഗത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത്. ബിജെപിയും സമാനമായ രീതിയിൽ ഒരു കർഷക രക്ഷാ ട്രാക്ടർ മാർച്ച് ഇന്ന് നടത്തുകയാണ്. അതായത് കർഷകരുടെ പ്രശ്നം, നെൽകർഷകരുടെ പ്രശ്നം അഭിസംബോധന ചെയ്യാതെ, അഡ്രസ് ചെയ്യാതെ, അത് ഉയർത്തി കാണിക്കാതെ, പ്രചരണ വിഷയമായി നിലനിർത്താതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവരുടെ വോട്ട് നഷ്ടപ്പെടുമെന്നുള്ളത് ഉറപ്പാണ്. കാരണം അവരുടെ പ്രശ്നങ്ങൾ, അവർക്ക് വിവാദങ്ങളിൽ താല്പര്യമില്ല, അവർക്ക് മറ്റേതെങ്കിലും തരത്തിലുള്ള കൊടുമ്പിരി കൊണ്ട ചർച്ചകളിലും അവർക്ക് താല്പര്യമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അടിസ്ഥാന പ്രശ്നം അവരുടെ അന്നമാണ്, അവരുടെ തൊഴിലാണ്, അവരുടെ ജീവനോപാധിയാണ്. അതിനൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അതിന് പരിഹാരം കാണുന്നതിന് ആര് മുന്നോട്ട് വരുമെന്നുള്ളത് മാത്രമാണ് അവരെ സംബന്ധിച്ച് ഏറെ പ്രധാനപ്പെട്ടത്. നമ്മളും ഒരു ട്രാക്ടറിലാണ് ഇരിക്കുന്നത്. ഈ ട്രാക്ടർ ഓടിച്ചു വരുന്നത് മണി എന്ന് പറയുന്ന ചേട്ടനാണ്. ഈ ചേട്ടനും വർഷങ്ങളായി ഇത്തരത്തിൽ നെൽപ്പാടങ്ങൾ ഉഴുതുമറിച്ചുകൊണ്ട് ട്രാക്ടർ ഓടിക്കുന്ന ഒരു ചേട്ടനാണ്. ചേട്ടാ, എങ്ങനെയാണ് ഈ പാലക്കാട്ടത്തെ നെൽകർഷകർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഈ സർക്കാരുകൾ, പാർട്ടികൾ അതെങ്ങനെയാണ് പരിഹരിക്കേണ്ടത്? നിങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെക്കാനുള്ള നിങ്ങളുടെ പ്രശ്നങ്ങൾ, പരിഹാരം കാണേണ്ട പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഇവർ വന്നാൽ എല്ലാ കൃഷിക്കാർക്കും നല്ലതേ ചെയ്യുള്ളൂ എന്നുള്ളത് നമ്മൾക്കൊരു ഉറപ്പ്, അത്ര തന്നെ. എന്തൊക്കെയാണ് നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ? എന്തൊക്കെയാണ് പ്രശ്നം പറഞ്ഞാൽ വിലകളിന്റെ ബാധ്യത തന്നെ. ഏതിനും വിലയില്ലല്ലോ. കൃഷി ചെയ്യുകയാണെങ്കിൽ നെല്ലെടുക്കണമില്ല. നമ്മുടെ ഓണർക്കും കൃഷിയൊക്കെ നിറയുണ്ട്. ഈ നെല്ലെടുക്കാതെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ആൾക്കാർ. അതന്നെ ഈ തെരഞ്ഞെടുപ്പിലും കഴിയുമ്പോൾ അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാവണം എന്നുള്ളതാണ് ആവശ്യം. ഉണ്ടാകുമെന്ന് വിചാരിക്കണു. ഉണ്ടായാൽ നല്ലത്. അത് തന്നെയാണ്. കാരണം അവർക്ക് ആ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നതിനപ്പുറത്തേക്ക് അവർക്ക് മറ്റ് താല്പര്യങ്ങളൊന്നുമില്ല. നമുക്കറിയാം, നമുക്കിപ്പോഴും കാണാം, കണ്ണത്താ ദൂരത്തേക്ക് അത് വിശാലമായി കിടക്കുന്ന നെൽപ്പാടമാണ്. പച്ചപ്പുണ്ട്, മഞ്ഞ നിറഞ്ഞതുണ്ട്, ഒപ്പം പലതും കൃഷിയൊക്കെ എടുത്ത് പൂർത്തിയായതിന്റെ ഒരു സാഹചര്യം നമുക്ക് കാണാം. ഇങ്ങനെ പാലക്കാട് എവിടേക്ക് തിരിഞ്ഞാലും ഇത്തരത്തിലുള്ള കാഴ്ചകളാണ് അധികവും ഉള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളുടെ പ്രശ്നങ്ങൾക്ക് എന്ത് പരിഹാരം, ആ പരിഹാരത്തിന് ഏത് മുന്നണി, ഏത് സ്ഥാനാർത്ഥിയും, ഏത് ജനപ്രതിനിധി മുൻകൈ എടുക്കുമെന്നുള്ളതൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം അറിയാനുള്ളത്. ഏതായാലും നിങ്ങളോടൊപ്പമുണ്ട്, നെൽകർഷകരോടൊപ്പം ഉണ്ട് എന്നുള്ള ഒരു മെസ്സേജ് കൂടി നൽകിക്കൊണ്ടാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി, UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ, ഒപ്പം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ, കർഷക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ഈ ട്രാക്ടർ മാർച്ചുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സമാനമായ രീതിയിൽ ബിജെപിയും ഇന്നിപ്പോൾ ഒരു ട്രാക്ടർ മാർച്ച് നടത്തുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഈ മാർച്ചൊക്കെ കഴിയുമ്പോൾ, ഈ തെരഞ്ഞെടുപ്പുകളൊക്കെ ഇങ്ങനെ കഴിയുമ്പോഴും എന്തൊക്കെ പരിഹാരം എത്ര പെട്ടെന്ന് ഇവർക്കൊക്കെ ഉണ്ടാകുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒന്നാണ്. ഏതായാലും വലിയ രീതിയിലുള്ള ഒരു ട്രാക്ടർ മാർച്ചാണ് ഇന്നിപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. 100-ലേറെ ട്രാക്ടറുകൾ ഇന്നിപ്പോൾ ഈ മാർച്ചിൽ അണിനിരക്കുകയും ചെയ്യുന്നുണ്ട്. പാലക്കാട് നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് ഹണി തങ്കപ്പറപ്പം, റിപ്പോർട്ടർ അൽ അമീൻ, ഇൻ റിപ്പോർട്ടർ.